Hello friends, welcome to my YouTube channel Andro Creations. ഇന്നത്തെ വീഡിയോയുടെ ടോപ്പിക് എന്ന് പറയുന്നത് നമ്മുടെ മൊബൈലിന്റെ ഉപയോഗം വളരെ എളുപ്പമാക്കാൻ സാധിക്കുന്ന ഒരു കിടിലം ഒരു ട്രിക്കിനെ കുറിച്ചാണ്. ഈ ഒരു ട്രിക്ക് നിങ്ങൾക്ക് അറിയാമെങ്കിൽ നിങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങൾ നിങ്ങളുടെ മൊബൈൽ വളരെ എളുപ്പത്തിൽ ചെയ്യാൻ സാധിക്കുമെന്നുള്ളതാണ്. ഉദാഹരണമായിട്ട് നമുക്കൊരു സ്ക്രീൻഷോട്ട് എടുക്കണം. വളരെ എളുപ്പത്തിൽ സ്ക്രീൻഷോട്ട് എടുക്കാൻ സാധിക്കും. നമുക്ക് നോട്ടിഫിക്കേഷൻ പാനലിലത്തെ മോഡലിൽ നിന്ന് താഴോട്ട് വലിക്കേണ്ട, അല്ലാതെ തന്നെ നമുക്ക് വളരെ എളുപ്പത്തിൽ ഒറ്റ ക്ലിക്ക് ചെയ്യാൻ സാധിക്കും. ഇല്ല, നമ്മൾ നോട്ടിഫിക്കേഷൻ പാനൽ നമുക്ക് ഒരു ഫോൺ ഉപയോഗിച്ചുകൊണ്ടിരിക്കുമ്പോഴത്തേക്ക് നോട്ടിഫിക്കേഷൻ പാനൽ നമുക്ക് കൊണ്ടുവരണമെങ്കിൽ നമ്മൾ മുകളിൽ നിന്ന് താഴോട്ട് സ്വൈപ്പ് ചെയ്തെടുക്കണം. വേണ്ട, ഒറ്റ ക്ലിക്കിൽ നോട്ടിഫിക്കേഷൻ പാനൽ വരും, ഒറ്റ ക്ലിക്കിൽ നോട്ടിഫിക്കേഷൻ പാനൽ പോകും. നമുക്ക് ഈസി ആക്കാം. ക്യാമറ വളരെ പെട്ടെന്ന് ഓപ്പൺ ആക്കാൻ സാധിക്കും. റീസെൻറ്റ് ആപ്ലിക്കേഷൻസുകൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് പെട്ടെന്ന് കൊണ്ടുവരാൻ സാധിക്കും. വോളിയം കൺട്രോൾ ചെയ്യാൻ സാധിക്കുക. വോളിയം ബട്ടനെ ക്ലിക്ക് ചെയ്യാതെ തന്നെ വോളിയം കൺട്രോൾ ചെയ്യാൻ സാധിക്കുക. മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ഏതെങ്കിലും ആപ്ലിക്കേഷൻസുകൾ നമുക്ക് വളരെ വേണ്ടപ്പെട്ട ആപ്ലിക്കേഷൻസുകൾ വാട്സപ്പോ ഫേസ്ബുക്കോ യൂട്യൂബോ തുടങ്ങിയ നമുക്ക് ഏതൊക്കെ ആപ്ലിക്കേഷനുകൾ വളരെ പെട്ടെന്ന് ഓപ്പൺ ആക്കാൻ സാധിക്കുക. അങ്ങനെയൊക്കെ ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കുന്ന ഒരു കിടിലൻ ട്രിക്കാണ്. അപ്പോൾ അതിലേക്ക് കിടക്കുന്നതിന് മുമ്പ് അതെങ്ങനെയാണെന്നൊക്കെ പറയുന്നതിന് മുമ്പ് ഇതുപോലുള്ള മൊബൈൽ സംബന്ധമായിട്ടുള്ള ടെക്നോളജി വീഡിയോസ് കാണാൻ താല്പര്യമുണ്ടെങ്കിൽ തീർച്ചയായും ഞങ്ങളുടെ ഈ ഒരു യൂട്യൂബ് ചാനൽ നിങ്ങൾ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, ഇതൊരു ആക്ഷൻ കൺട്രോൾ ട്രിക്കാണ്. നമ്മുടെ മൊബൈലിൽ ഉള്ള പല ആക്ഷൻസുകളും നമ്മുടെ വളരെ പെട്ടെന്ന് ഈസി ആയിട്ട് ചില ഇതിലേക്ക് കൊണ്ടുവരുന്ന ട്രിക്കാണ്. ചില ഫോണുകളിലൊക്കെ ഇത് ഡീഫാൾട്ടായിട്ട് തന്നെ നിങ്ങളുടെ ഫോണിൻ്റെ സെറ്റിങ്സിലുണ്ടാവും. ആക്ഷൻ കൺട്രോൾ ആക്ഷൻസ് എന്ന് പറഞ്ഞ് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ കണ്ടുപിടിക്കാൻ സാധിക്കും. എന്നാൽ ചില ഫോണുകളിൽ ഈ ഒരു ഇത് കാണത്തില്ല. അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു ആപ്ലിക്കേഷൻ മുഖേന ഈ ഒരു സെറ്റിങ്സും മറ്റു കാര്യങ്ങളൊക്കെ നിങ്ങളുടെ ഫോണിലേക്ക് കൊണ്ടുവരാൻ സാധിക്കും. അത്തരമൊരു ആപ്ലിക്കേഷനാണ് ഞാൻ പരിചയപ്പെടുത്തി തരുന്നത്. ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്ത് തന്നെ മറ്റു കാര്യങ്ങളെക്കുറിച്ചൊക്കെ നമുക്ക് നോക്കാം. അതിലേക്ക് പോകാം. അപ്പോൾ ഫ്രണ്ട്സ്, ഇതാണ് ആപ്ലിക്കേഷൻ. ബാക്ക് ബട്ടൺ എനിവെയർ എന്നാണ് ഈ ഒരു ആപ്ലിക്കേഷൻ്റെ പേര്. ആപ്ലിക്കേഷൻ നിങ്ങൾ പ്ലേ സ്റ്റോറിൽ പോയി ഡൗൺലോഡ് ചെയ്ത് ഇൻസ്റ്റാൾ ചെയ്യുക. തികച്ചും ഫ്രീ ആയിട്ടുള്ള ഒരു ആപ്ലിക്കേഷനാണ്. എന്നിട്ട് ആപ്ലിക്കേഷൻ നിങ്ങൾ ഓപ്പൺ ആക്കുക. ആപ്ലിക്കേഷൻ ഓപ്പൺ ആക്കുമ്പോൾ ചില പെർമിഷനുകൾ ചോദിക്കും. പെർമിഷനുകൾ നിങ്ങൾ അലോ ചെയ്ത് കൊടുക്കുക. മെയിനായിട്ട് അക്സസിബിലിറ്റി സർവീസിൽ നിങ്ങൾക്ക് ഈ ഒരു പെർമിഷൻ അലോ ചെയ്ത് കൊടുക്കണം. അതിനുശേഷം ഇവിടെ നിങ്ങൾക്ക് ഓൺ ചെയ്യാനുള്ളൊരു ഓപ്ഷൻ ഉണ്ട്. ജസ്റ്റ് ഇതൊന്ന് ഓൺ ആക്കി കൊടുക്കുക. ഓൺ ആക്കിയ ശേഷം നിങ്ങൾക്ക് ഇവിടെ ആയിട്ട് 3-4 ആക്ഷൻസുകൾ ഇവിടെ കിട്ടും. അതായത് നിങ്ങൾക്ക് സിംഗിൾ പ്രസ് ആക്ഷൻ, ലോങ് പ്രസ് ആക്ഷൻ, ഇനേബിൾ ഡബിൾ പ്രസ് ആക്ഷൻ തുടങ്ങിയ ഓപ്ഷനെ കാണാൻ സാധിക്കും. ഇത് ഓൺ ആക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഇവിടെ ആയിട്ട് ഒരു ഓപ്ഷൻ, ഒരു ഐക്കൺ വന്നിരിക്കുന്നത് കാണാൻ സാധിക്കും. ഇത് നിങ്ങളുടെ ഫോണിൽ എവിടെ വേണമെങ്കിലും നിങ്ങൾക്ക് സെറ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് നിങ്ങൾക്ക് സിംഗിൾ പ്രസ് ആക്ഷൻസ് എന്ന് പറഞ്ഞ ഓപ്ഷനെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങൾ ഇവിടെ ചെയ്യാൻ സാധിക്കും. ചില ഫോണുകൾക്ക് സ്ക്രീൻഷോട്ട് എടുക്കേണ്ട ഓപ്ഷൻ ഉണ്ടാവും. എനിക്ക് ഈ ഒരു ഫോണിൽ കിട്ടുന്നില്ല എന്ന് ചില ഫോണുകൾ കിട്ടുന്നുണ്ട്. നിങ്ങൾക്ക് ഇവിടെ ഹോം ബട്ടൺ, ബാക്ക് ബട്ടൺ, റീസെറ്റ് ബട്ടൺ, ലോക്ക് സ്ക്രീൻ, പവർ മെനു തുടങ്ങിയ ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും. ഇതിൽ ഏതെങ്കിലും നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് ഏതാണോ അത് നിങ്ങൾക്ക് സെലക്ട് ചെയ്യാവുന്നതാണ്. ഞാൻ ജസ്റ്റ് ഓപ്പൺ വോളിയം കൺട്രോൾ എന്ന് പറഞ്ഞ ഓപ്ഷനെ ക്ലിക്ക് ചെയ്യുന്നു. ഓക്കെ, രണ്ടാമത് നിങ്ങൾക്ക് ലോങ് പ്രസ് ആക്ഷൻസ് എന്ന് പറയുന്ന ഓപ്ഷനിൽ നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും ഇതിൽ ഏതെങ്കിലും സെലക്ട് ചെയ്യാവുന്നതാണ്. ഞാനിപ്പോൾ ഒരു ആപ്ലിക്കേഷൻ്റെ എനിക്ക് വാട്സപ്പ് പെട്ടെന്ന് ഓപ്പൺ ആക്കുന്നതിന് വേണ്ടി വാട്സപ്പ് ഞാൻ സെലക്ട് ചെയ്യുന്നു. അതിനായിട്ട് ലോഞ്ച് അതർ ആപ്ലിക്കേഷൻസ് എന്ന് പറഞ്ഞ ഓപ്ഷനിൽ പോകുമ്പോഴത്തേക്കും നിങ്ങളുടെ ഫോണിലുള്ള എല്ലാ ആപ്ലിക്കേഷനുകളും ഇവിടെ കാണാൻ സാധിക്കും. ഇതിൽ ഏത് ആപ്ലിക്കേഷനാണ് വേണ്ടത് സെലക്ട് ചെയ്യുക. ഞാനിപ്പോൾ വാട്സപ്പ് സെലക്ട് ചെയ്യുന്നു. അതിനുശേഷം നിങ്ങൾക്ക് ഇവിടെ ഡബിൾ പ്രസ് ആക്ഷൻ, ഇത് നിങ്ങൾ ഓണാക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് താഴെ ഡബിൾ പ്രസ് ആക്ഷൻസ് എന്ന് പറഞ്ഞ ഓപ്ഷൻ കൂടി കിട്ടും. അതിൽ നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും സെലക്ട് ചെയ്യാവുന്നതാണ്. ഇതിൽ ഞാൻ പവർ മെനു ഓപ്ഷൻ സെലക്ട് ചെയ്യുന്നു. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് ഏതാണോ, ഏത് 3 കാര്യങ്ങൾ നിങ്ങൾക്ക് ഇവിടെ നിന്ന് സെറ്റ് ചെയ്യാവുന്നതാണ്. അതിനുശേഷം നിങ്ങൾക്ക് ഈ ഒരു ഐക്കണിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് ഈ പറയുന്ന കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് ഓപ്പൺ ആക്കാൻ സാധിക്കും. ഞാനിപ്പോൾ ഒറ്റ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് വോളിയം കൺട്രോൾ ചെയ്യാനുള്ള, വോളിയം കൂട്ടാനും കുറയ്ക്കാനുള്ള ഓപ്ഷൻ കിട്ടിയിട്ടുണ്ട്. ഡബിൾ ടാപ്പ് ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും നമുക്ക് പവർ ബട്ടൻ്റെ മെനു ഓപ്ഷനിലേക്ക് കിട്ടിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഞാനിപ്പോൾ ലോങ് പ്രസ് ചെയ്യുകയാണെങ്കിൽ വാട്സപ്പ് ഓപ്പൺ ആവുന്ന കാണാൻ സാധിക്കും. അപ്പോൾ ഇതുപോലെ നിങ്ങളുടെ ഫോണിലെ ഏതൊരു കാര്യവും നിങ്ങൾക്ക് വളരെ പെട്ടെന്ന് തന്നെ ചെയ്യാൻ സാധിക്കുന്ന രീതിയിൽ നിങ്ങൾക്ക് ഇവിടെ നിന്നും സെറ്റ് ചെയ്തെടുക്കാവുന്നതാണ്. ഓക്കെ, അപ്പോൾ നല്ലൊരു ആപ്ലിക്കേഷനാണ്, ഉപയോഗിച്ച് നോക്കുക. അപ്പോൾ ഫ്രണ്ട്സ്, ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായും വീഡിയോയ്ക്ക് ലൈക്ക് ചെയ്യുക. അതോടൊപ്പം തന്നെ മറ്റുള്ളവരുടെ അറിവിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. അടുത്തൊരു നല്ലൊരു വീഡിയോയുമായി വീണ്ടും കാണുന്നതുവരെ ബൈ.